സത്യത്തിൽ ഒരു സ്ത്രീ മറ്റൊരു പുരുഷന്റെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാല് അത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. ഇപ്പൊ ഈ 5 മാസങ്ങൾക്ക് ശേഷമല്ല അത് പ്രതികരിക്കേണ്ടത്, അപ്പോൾ പ്രതികരിക്കണമായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തൊടുന്നതോ അല്ലെങ്കിൽ നെക്ലസ് ഇട്ട് തന്നതോ ഒന്നും ബോഡി ടച്ച് ചെയ്യുന്നതോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അപ്പോൾ പ്രതികരിക്കണമായിരുന്നു. ഇതിപ്പോ 5 മാസങ്ങൾക്കിപ്പുറം ഇപ്പം ഇത് വീണ്ടും കുത്തിപ്പൊക്കി വന്നത് എന്തിനായിരിക്കാം? ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതിക്കുള്ളിൽ ബോബി ചെമ്മണ്ണൂരിന് ശാരീരിക അസ്വസ്ഥ്യം ഉണ്ടായിരിക്കുന്നു, തല കറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. മുജത്തബ കോടതിക്കുള്ളിൽ തന്നെയാണുള്ളത്. അവിടെ നിന്ന് മുജത്തബ നൽകുന്ന വിവരം കൂടിയാണ്. അതായത് ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂർ റിമാൻഡ് വിധിച്ചോടുകൂടി തന്നെ, റിമാൻഡ് ഉത്തരവ് വന്നോടുകൂടി തന്നെ ബോബി ചെമ്മണ്ണൂരിന് ശാരീരിക അസ്വസ്ഥ്യം ഉണ്ടായിരിക്കുന്നു, തലക്കറക്കം അനുഭവപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അതിന്റെ ഒരു കൂടുതൽ വിശദാംശങ്ങൾ കൂടി നമുക്ക് ലഭ്യമായേണ്ടതുണ്ട്. അതായത് നേരത്തെ അമൃത സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതായത് ഒരു കാരണവശാലും ഈ പ്രതിയായ ബോബി ചെമ്മണ്ണൂരിനെ ജാമ്യം അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടുകയും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നത്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ശരീരം വർണ്ണിക്കുന്നത് കുറ്റകരമാണ് എന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവ് ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഹൈക്കോടതിയുടെ ആ ഒരു ഡയറക്ഷൻ അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ജാമ്യം നൽകാനുള്ള നീക്കത്തെ എതിർക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുക. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ലൈംഗിക അധിക്ഷേപം നടത്തിയ ഒരു നടിക്ക് നേരെ ലൈംഗിക അധിക്ഷേപം നടത്തിയ ഒരാളെ ഈ ജാമ്യത്തിൽ റിമാൻഡിൽ ആക്കാതെ ജാമ്യത്തിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു സന്ദേശമാണ്. അത് പിന്നീടുള്ള കേസുകളടക്കം ബാധിക്കും എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴി മോശം പരാമർശം നടത്തുന്നവർക്ക് അതൊരു പ്രോത്സാഹനമായി മാറുമെന്നുള്ള കാര്യവും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും ഇതെല്ലാം കൂടി അംഗീകരിച്ചുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ 14 ദിവസത്തേക്ക് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും ഒക്കെ പോയി അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെ നമുക്ക് വിളിക്കാം. അതിനപ്പുറത്തേക്കൊരു നമ്മള് എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പണിയില്ല, പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം പണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസ് കാണുമ്പോൾ എനിക്ക് എന്താണ് ഓർമ്മ വന്നതെന്ന് അറിയാം. ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. ചെമ്മണ്ണൂർ ഗ്രൂപ്പുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്ന സമയം തൊട്ടിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 10-20 വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ്. ബോച്ചയെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. നമുക്ക് ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റി പറയേണ്ട കാര്യമില്ല. കാരണം അതറിയാത്ത ഒരു മലയാളിയും എനിക്ക് ഇന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും ഒക്കെ പോയി അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെ നമുക്ക് വിളിക്കാം. അതിനപ്പുറത്തേക്കൊരു നമ്മള് എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടും. ഹായ്, ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബോച്ച കോടതിയിൽ തലചുറ്റി വീണു. ശാരീരിക അസ്വസ്ഥത കാരണം തലചുറ്റി വീണു. ബോച്ചയ്ക്ക് ജാമ്യം കിട്ടിയതുമില്ല. ബോച്ചയ്ക്ക് ഇനി ജാമ്യം കിട്ടില്ല എന്നാണ് അറിയുന്നത്. കാരണം ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാല് അത് ഒളിവിൽ പോവാനൊക്കെയുള്ള ചാൻസുകൾ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ജാമ്യം കൊടുക്കാത്തത്. പിന്നെ പ്രധാനമായിട്ടുള്ളൊരു കാരണം, ജാമ്യം നിഷേധിക്കാൻ പ്രധാനമായിട്ടുള്ളൊരു കാരണം, ഒരു സ്ത്രീയുടെ ശരീരവർണ്ണന നടത്തിയത് കൊണ്ടാണ് ജാമ്യം നിഷേധിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ഒരു സ്ത്രീയുടെ ശരീരവർണ്ണന കുറ്റകരമാണെന്ന് ഹൈക്കോടതി മുന്നേ തന്നെ ഉത്തരവിറക്കിയതാണ്. അത് മാനിക്കാതെയാണ് ബോച്ചെ ബോഡി ഷെയ്മിംഗ് നടത്തിയത്. കുന്തി ദേവി എന്നൊക്കെ പറഞ്ഞുള്ള ബോഡി ഷെയ്മിംഗ് നടത്തി. എത്ര കാലം ഞാൻ അയാളിൽ നിന്ന് ഓടി ഒളിക്കും? എത്ര കാലം ഞാൻ ഒളിച്ചിരിക്കും? തുടർച്ചയായിട്ട് വരുന്ന സൈബർ ആക്രമണങ്ങൾ, അധിക്ഷേപങ്ങൾ ഒക്കെ കാരണം എനിക്ക് ഡിപ്രഷൻ ആയെന്നാണ് ഈ ഹണി റോസ് പറയുന്നത്. ബോച്ച എന്ന് കുന്തി ദേവി എന്ന് അഭിസംബോധന ചെയ്തപ്പോ ചിരിച്ചുകൊണ്ട് നിന്നൊരു താരം അദ്ദേഹത്തിന്റെ മൈക്ക് വാങ്ങിയിട്ട് അദ്ദേഹത്തെ പുകഴ്ത്തിയൊക്കെ കുറെ സംസാരിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ കൂടെ ഡാൻസ് ഒക്കെ കളിച്ചു നല്ലതുപോലെ പിരിഞ്ഞു പോയതാണ്. പിന്നെ അതൊരു 5 മാസങ്ങൾക്ക് മുൻപ് ഈ കുന്തി ദേവി എന്നൊരു പദം അന്നൊരു തെറ്റായ വാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു മോശം വേടായിട്ടോ ഒന്നും തോന്നിയില്ല. പക്ഷെ ഈ 5 മാസങ്ങൾക്കിപ്പുറം അതൊരു തെറ്റായ വാക്കായി, ഒരു മോശപ്പെട്ട ഒരു പ്രയോഗമായി കുന്തി ദേവി എന്നുള്ളത്.
ശരിക്കും ഈ ബോച്ച തന്നെ ഫസ്റ്റ് ഇത് ഞെട്ടിക്കാണും. എന്താണ് ഈ കാരണം? ഒരു കുന്തി ദേവി എന്ന് പറഞ്ഞ് ഉള്ളൊരു പ്രയോഗമാണല്ലോ ഇപ്പം ഫസ്റ്റ് നിൽക്കുന്നത്. അതിപ്പോ പെട്ടെന്നൊരു നെഗറ്റീവായി മാറി എന്നുള്ളത് ശരിക്കും ബോച്ച തന്നെ ഞെട്ടിക്കാണും. സത്യത്തിൽ ഒരു സ്ത്രീ മറ്റൊരു പുരുഷന്റെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. ഇപ്പൊ ഈ 5 മാസങ്ങൾക്ക് ശേഷമല്ല അത് പ്രതികരിക്കേണ്ടത്, അപ്പോൾ പ്രതികരിക്കണമായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തൊടുന്നതോ അല്ലെങ്കിൽ നെക്ലസ് ഇട്ട് തന്നതോ ഒന്നും ബോഡി ടച്ച് ചെയ്യുന്നതോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അപ്പോൾ പ്രതികരിക്കണമായിരുന്നു. ഇതിപ്പോ 5 മാസങ്ങൾക്കിപ്പുറം ഇപ്പം ഇത് വീണ്ടും കുത്തിപ്പൊക്കി വന്നത് എന്തിനായിരിക്കാം? മലയാള സിനിമയില് വെറും ദിവസങ്ങൾ മാത്രം തിയേറ്ററിലൊക്കെ ഓടുന്ന എത്രയോ സിനിമകളുണ്ട്. ഈ ഹണി റോസിന്റെ പുതിയൊരു സിനിമയാണ് റേച്ചല്. പുതിയതായിട്ട് പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു സിനിമയാണ് റേച്ചല്. ഇപ്പൊ ഈ 5 മാസങ്ങൾക്ക് മുൻപ് നടന്ന ഈ ഒരു സംഭവം ഇപ്പൊ കുത്തിപ്പൊക്കെ കൊണ്ടുവന്നത് ഈ ഒരു സിനിമയുടെ പ്രമോഷന് വേണ്ടിയിട്ടാണോ എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഓരോരോ ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. ചിലപ്പോ അതിനു വേണ്ടിയിട്ടായിരിക്കാം ഇത് ഇപ്പൊ പുറത്ത് വിട്ടിരിക്കുന്നത് എന്നാണ് ഓരോരുത്തർ പറയുന്നത്. ഇതേ സമയം ഈ വിഷയത്തിൽ ബോച്ച മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഹണി റോസിനോട് മോശമായ രീതിയിൽ പെരുമാറിയിട്ടില്ല, ഞാനൊരു മോശപ്പെട്ട ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തമാശകൾ പറയും, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അല്ലാതെ ഇത് വേറൊരു ഉദ്ദേശവും എനിക്കില്ല എന്നാണ് ബോച്ച പറഞ്ഞത്. മാത്രമല്ല കുന്തിദേവി എന്നത് ഒരു മോശം പദമാണെന്ന് നടി പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷന് വരുമ്പോൾ ആഭരണങ്ങൾ അണിയിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ എല്ലാവർക്കും അണിയിച്ചു കൊടുക്കാറുണ്ട്. അത് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് തെറ്റാണെന്നോ ഹണിക്ക് തെറ്റാണെന്നോ തോന്നിയിട്ടില്ല. ഈ 5 മാസങ്ങൾക്കിപ്പുറം പെട്ടെന്നൊരു ദിവസം ഇത് പരാതിയായിട്ട് വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കൊട്ട് അറിയത്തുമില്ല എന്നാണ് ബോച്ച പറയുന്നത്. അതെ, ആ ഹണി റോസിന്റെ പെട്ടെന്നുള്ള തീരുമാനം എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ഹണി ഇല്ല, പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് എന്താണ് ഓർമ്മ വന്നതെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. ചെമ്മണ്ണൂർ ഗ്രൂപ്പുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്ന സമയം തൊട്ടിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 10-20 വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ്. ബോച്ചയെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. നമുക്ക് ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റിയും പറയേണ്ട കാര്യമില്ല. കാരണം അതറിയാത്ത ഒരു മലയാളി 20 വർഷമായിട്ടുള്ള എനിക്ക് ബന്ധമാണ്. നാഷണൽ ലെവലിൽ ബോച്ചയെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. നമുക്ക് ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റി പറയേണ്ട കാര്യമില്ല. കാരണം അതറിയാത്ത ഒരു മലയാളി ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. എല്ലാവരും നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും ഒക്കെ പോയി അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു